الحمد للرحمن الذي من علينا بشهر رمضان الذي جعل ثواب الصائمين له الريان الذي جعل ثواب القائمين له الغفران الذي اصطفاه لإنزال كلامه القرآن وهو النور وفيه الهدى والتبيان ويهدي به من شاء إلى الجنان وأهله النبي المتولي بالبلاغ والبيان والصحب والأتباع بالإحسان إلى يوم الفرقان فعليهم الصلاة والسلام الأتمان الأكملان. أما بعد، أعوذ بالله من الشيطان الرجيم. ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അവൻ്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ജീവിതത്തിൽ അത് മുറുകെ പിടിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ നിഅമത്തായ റമദാൻ, ഈ വർഷത്തെ റമദാൻ നമ്മളിൽ നിന്നും വിട പറയാൻ ആയിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ജീവിതത്തിൽ കടന്നുപോയിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന വ്യത്യസ്ത തരം ആളുകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു റമദാൻ ജീവിതത്തിൽ ലഭിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ഒരു വ്യക്തിയേക്കാൾ മുൻപേ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു സ്വഹാബിയുടെ ചരിത്രം അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ റമദാൻ ലഭിച്ചിട്ട് റമദാൻ കഴിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ട് പൂർണ്ണമായും പാപങ്ങളിൽ നിന്ന് പാപമുക്തരായിക്കൊണ്ട് റമദാൻ വിട്ടുപിരിഞ്ഞു പോകുന്നവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേസമയം റമദാൻ ജീവിതത്തിൽ ലഭിച്ചിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ വലിയ ദുരന്തം ജീവിതത്തിൽ വന്നു ഭവിക്കുന്നവരെക്കുറിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, ഈ ഒരു സമയത്ത് റമദാനിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് നമ്മളെക്കുറിച്ച് ആലോചിക്കേണ്ടത്, ഞാൻ ഏത് വിഭാഗത്തിലായിരിക്കും പെടുക? ജീവിതത്തിൽ റമദാൻ ലഭിച്ചിട്ടും ഫൻസലഖ ഫലം യുഗ്ഫർ ലഹ്, റമദാൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോവുകയും അവന് പാപങ്ങൾ പൊറുക്കപ്പെടുകയും ഇല്ലെങ്കിൽ, പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത് റഗിമ അൻഫുഹ്, അവൻ നശിച്ചു പോകട്ടെ. അബ്അദഹുല്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റട്ടെ എന്നൊക്കെ പറയുകയും ആമീൻ പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, നമ്മൾ ആവർത്തിച്ച് നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട സമയമാണ്. സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചതും അത് ഹുദയായിക്കൊണ്ടാണ്, ജനങ്ങൾക്കുള്ള സന്മാർഗദർശനമായിക്കൊണ്ടാണ്, സത്യവും അസത്യവും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ഗ്രന്ഥമായിക്കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞതിനു ശേഷം അതുകൊണ്ട് നിങ്ങൾ ആ മാസത്തിൽ നോമ്പെടുത്തു കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ് നോമ്പിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമുണ്ടാകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. റമദാനിൽ നിങ്ങളോട് നോമ്പെടുക്കാൻ പറഞ്ഞത്, നിങ്ങൾ രാത്രി നിസ്കരിക്കാൻ പറഞ്ഞത്, ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കാൻ ആവശ്യപ്പെട്ടത്, അതൊന്നും നിങ്ങളെ പ്രയാസപ്പെടുത്തുവാനല്ല, നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുവാൻ വേണ്ടിയാണ്. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം പ്രദാനം ചെയ്യുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ചത് എന്ന് പറയുന്നുണ്ട്. വലിതുക്മിലുൽ ഇദ്ദ, 30 നോമ്പുകൾ നിങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ്. 30 നോമ്പ് നോൽക്കൽ നിർബന്ധമാണല്ലോ.
ഒരു മാസം അതിനുവേണ്ടി മാറ്റിവെക്കൽ നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നീട് ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും നോറ്റ് വീട്ടുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് 30 നോമ്പുകൾ അല്ലെങ്കിൽ 29 നോമ്പുകൾ ഒരുമിച്ച് ഒരു മാസത്തിൽ നിങ്ങൾ പൂർത്തിയാക്കിയാൽ അത് നിങ്ങൾക്ക് എളുപ്പമാകും. വലിതുക്മിലുൽ ഇദ്ദ, അങ്ങനെ നിങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് റമദാനിൽ നിങ്ങളോട് നോമ്പെടുക്കാൻ പറഞ്ഞത്. ഇനി എന്തിനു വേണ്ടി നോമ്പെടുക്കണം? ഈ നോമ്പിലൂടെ, റമദാനിലൂടെ എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത്? വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ പുകഴ്ത്തണം, നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തണം, നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ ചെയ്യണം. സഹോദരന്മാരെ, റമദാൻ കഴിഞ്ഞാൽ ഈദുൽ ഫിത്തർ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈദുൽ ഫിത്തറിന്റെ അന്ന് ഓരോ വിശ്വാസികളും എന്താണ് ആവർത്തിച്ച് ചൊല്ലേണ്ടത്? എന്താണ് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നത് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട തക്ബീർ ധ്വനികളാണ് നമ്മൾ മുഴക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് തക്ബീർ? ഈ ഒരു മാസം അള്ളാഹു നമുക്ക് നൽകിയതിൻ്റെ പേരിൽ, ഈ ഒരു മാസത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുവാൻ തൗഫീഖ് നൽകിയതിൻ്റെ പേരിൽ, ഈ ഒരു മാസത്തിൽ അള്ളാഹു പാപമോചനം നൽകുവാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ് നമ്മൾ. സഹോദരന്മാരെ, ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. വലഅല്ലകും തഷ്കുറൂൻ, ഈ റമദാൻ നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ, പാപങ്ങൾ പൊറുക്കുവാൻ, സ്വർഗം നേടുവാൻ, നരകമോചനം നേടുവാൻ ഉള്ള അവസരങ്ങൾ റബ്ബ് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനുള്ള ശുക്റിന്റെ ഭാഗമാണ് ഈദുൽ ഫിത്തർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എങ്കിൽ സഹോദരന്മാരെ, ആ ഒരു ചിന്തയിലായിരിക്കണം ഈദുൽ ഫിത്തർ നമ്മൾ വരവേൽക്കേണ്ടത്. റമദാൻ എന്ന വലിയ അവസരം എൻ്റെ ജീവിതത്തിൽ നൽകിയതിൻ്റെ പേരിൽ അള്ളാഹു ഞാൻ ശുക്ർ ചെയ്യുകയാണ്, അള്ളാഹു ഞാൻ തക്ബീർ ചെയ്യുകയാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ പോലും അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് റബ്ബിനുള്ള ശുക്രിന്റെ ഭാഗമാണ്, റബ്ബിനെ പുകഴ്ത്തുന്നതിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിനെ തക്ബീർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ ഈ പെരുന്നാൾ ദിനങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുവാൻ, അള്ളാഹുവിൻ്റെ റസൂലും കോപിക്കുന്ന, ഇഷ്ടപ്പെടാത്ത മ്ലേച്ഛവൃത്തികളിൽ ഏർപ്പെടുവാൻ, ഹറാമുകളെ കൊണ്ട് ആഘോഷം ഹറാമുകളെ കൊണ്ട് കലർത്തുവാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലും വിലക്കിയ വസ്ത്രധാരണത്തിലൂടെ ഹറാമായ വസ്ത്രധാരണം ധരിക്കുവാൻ, അള്ളാഹുവിൻ്റെ റസൂലും വിലക്കിയ ആർഭാടത്തിലും അമിതവ്യയത്തിലും ആ പെരുന്നാൾ കഴിച്ചുകൂട്ടുവാൻ, ഒരുപാട് സമ്പത്ത് പടക്കം പൊട്ടിച്ചും അനാവശ്യമായി ചെലവഴിച്ചുകൊണ്ടും റമദാൻ കഴിഞ്ഞുള്ള പെരുന്നാൾ അതെങ്ങനെ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കും? എങ്ങനെ ആ പെരുന്നാൾ നമുക്ക് അങ്ങനെ കൊണ്ടാടുവാൻ സാധിക്കും? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ പോലും അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ നിങ്ങൾ പുകഴ്ത്തുവാനുള്ളതാണ്. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ പുകഴ്ത്തുവാനും അവന് നന്ദി ചെയ്യുവാനുമുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരന്മാരെ, ഈ റമദാൻ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് 27-ാം രാവ് കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു എന്ന് വിചാരിച്ചു പോകരുത്. അവസാനത്തെ 10 മുഴുവൻ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 മുഴുവനായി ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അത് 27-ാം രാവിൻ്റെ അന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ മാത്രമല്ല എന്ന് പ്രമാണങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റമദാൻ കഴിഞ്ഞു പോകുന്നതുവരെ ഇബാദത്തുകൾ നിർത്തരുത്, ഇബാദത്തുകളുടെ സജീവത നമ്മൾ അവസാനിപ്പിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അഹ്സന ഫീമാ ബഖി, ഇനി അവൻ്റെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബാക്കിയുള്ള കാലത്തിൽ ഒരാൾ നന്നാക്കുവാൻ തീരുമാനിച്ചാൽ ഗുഫിറ ലഹു മാ മദാ, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും. വമൻ അസാഅ ഫീമാ ബഖി, ഇനി റമദാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി, ഇനി എൻ്റെ ജീവിതം പഴയ ഹറാമുകളും തിന്മകളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണോ തീരുമാനം? വമൻ അസാഅ ഫീമാ ബഖി, ബാക്കിയുള്ള ജീവിതത്തിൽ മോശമാകാൻ തീരുമാനിച്ചാൽ ഉഖിദ ബിമാ മദാ വമാ ബഖി, അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളെ കൊണ്ടും അവൻ പിടിക്കപ്പെടും, അവന്റെ ജീവിതത്തിൽ ശേഷം വരാനിരിക്കുന്ന പാപങ്ങളെ കൊണ്ടും അവൻ ശിക്ഷിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാൽ ഹറാമുകളിലേക്ക് തിരിയാനാകരുത്, റമദാൻ കഴിഞ്ഞാൽ ഇബാദത്തുകൾ നിർത്തിവെക്കാനാകരുത് നമ്മുടെ തീരുമാനം. റമദാൻ കഴിഞ്ഞാൽ നല്ല ഒരു ജീവിതം എനിക്ക് നേടിയെടുക്കണം, റമദാനിലൂടെ നേടിയെടുത്ത ഈ പരിശീലനത്തിന്റെ ജീവിതത്തിൽ തുടർത്താൻ എനിക്ക് സാധിക്കണം, അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനം. അങ്ങനെ തീരുമാനിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. നേരെ തിരിച്ച് ശേഷമുള്ള ജീവിതം കേടുവെടുത്താനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ കൊണ്ടും ശിക്ഷയ്ക്ക് വിധേയരായി തീരും, ശേഷം വരാനിരിക്കുന്ന പാപങ്ങളെ കൊണ്ടും ശിക്ഷയ്ക്ക് വിധേയരായി തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, വിശ്വാസി സംബന്ധിച്ചിടത്തോളം
അള്ളാഹു ഓഫർ ചെയ്ത പ്രതിഫലങ്ങളിൽ അങ്ങേയറ്റം പ്രതീക്ഷയുള്ളവരാണവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ നോമ്പെടുത്തു കഴിഞ്ഞാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതിഫലത്തെ നമ്മൾ കാക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തുല്യതയില്ലാത്ത കർമ്മമാണ് നോമ്പെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പിന്റെ പ്രതിഫലത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതേ സമയം നമ്മുടെ പോരായ്മകളിൽ, നമ്മുടെ ഇബാദത്തുകളിലുള്ള പ്രശ്നങ്ങളിൽ, പോരായ്മകളിൽ, പാകപ്പിഴവുകളിൽ, ഇഖ്ലാസ് വന്ന പ്രശ്നങ്ങളിൽ, ഇത്തിബാഇ വന്ന പ്രശ്നങ്ങളിൽ നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജില. വിശ്വാസികൾ, യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ അവരവരുടെ ജീവിതത്തിൽ നൽകുന്നതെല്ലാം നൽകുന്നവരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും അധ്വാനവും സമയവും ആയുസ്സും കഴിവും ശേഷിയും എല്ലാം നൽകുന്നവരാണ്. പക്ഷെ എങ്ങനെയാണ് നൽകുക? വഖുലൂബുഹും വജിലത്തുൻ. അവരുടെ മനസ്സുകൾ പേടിച്ചുകൊണ്ടാണ് അവർ നൽകുക. അവരുടെ മനസ്സിൽ ഭയപ്പാടോടുകൂടിയാണ് അവർ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ മുഴുകുക. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അവർ കട്ടെടുക്കുന്നവരാണോ, മോഷ്ടിക്കുന്നവരാണോ, അവർ വ്യഭിചരിക്കുന്നവരാണോ, അവർ മദ്യപിക്കുന്നവരാണോ? എന്തിനു വേണ്ടിയാണ് അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മകൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് നന്മകൾ ചെയ്യുമ്പോൾ അവർ ഭയപ്പെടുന്നത്? അവർ തിന്മകളല്ലല്ലോ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അവർ തെറ്റുകൾ ചെയ്യുന്നവരല്ല, അവർ ഹറാമുകൾ മുഴുകുന്നത് ആയതുകൊണ്ടല്ല അവർ ഭയപ്പെടുന്നത്. വലാകിന്നഹുമുല്ലദീന യുസല്ലൂന വയസൂമൂന വയതസദ്ദഖൂൻ, മറിച്ച് അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സദഖകൾ നൽകുന്നവരാണ്. വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, പക്ഷേ അത് അവരിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ലയോ എന്ന് ഭയപ്പാടുള്ളവരാണ് അവർ. ആ ഭയം നമുക്കുണ്ടാകണം. ഭയത്തിന്റെ കാരണം നമ്മുടെ പോരായ്മയാണ്, നമ്മുടെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമാണ്. ഓരോ വിശ്വാസിയും എല്ലാ ദിവസത്തിലും രാവിലെയും വൈകുന്നേരവും ചൊല്ലുവാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ ദിക്റില്ലേ സഹോദരന്മാരെ, അതിലെന്താണ് നമ്മൾ റബ്ബിനോട് പറയുന്നത്? അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി. അല്ലാഹുവേ, നീ എനിക്ക് ചെയ്തു തന്ന നിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ നിന്റെ മുമ്പിൽ സമ്മതിച്ചു തരുന്നു. ഈ റമദാൻ എനിക്ക് നൽകി, ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരം നൽകി, എനിക്ക് ഇസ്ലാം ഹിദായത്ത് നൽകി, നന്മകൾക്കുള്ള തൗഫീഖ് നൽകി, അതല്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകി. ആ അനുഗ്രഹങ്ങൾ റബ്ബേ നിന്റെ മുമ്പിൽ ഞാൻ സമ്മതിച്ചു തരുന്നു. പക്ഷേ അതിന്റെ കൂടെ എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ കുഴപ്പങ്ങളെ, എൻ്റെ തെറ്റുകളെ, എൻ്റെ പോരായ്മകളെ അതും റബ്ബേ നിന്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുന്നു, സമ്മതിച്ചു തരുന്നു എന്ന് പറയാൻ പഠിപ്പിക്കപ്പെട്ടവരും വിശ്വാസികൾ. ആ ഒരു നമ്മെക്കുറിച്ചുള്ള ബോധം, നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, പാകപ്പിഴവുകളുണ്ട് എന്ന ചിന്ത നമ്മളിലേക്ക് കടന്നു വരുമ്പോഴേ സഹോദരന്മാരെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ റബ്ബിലേക്ക് ഉയരുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സ് പൊട്ടുകയുള്ളൂ. റബ്ബേ, എൻ്റെ ഇബാദത്തുകളിൽ, എൻ്റെ അമൽ സ്വാലിഹാത്തുകളുടെ പ്രശ്നങ്ങളും പോരായ്മകളും പുറത്തുകൊണ്ട് അത് നീ സ്വീകരിക്കണമേ എന്ന തേട്ടം ആത്മാർത്ഥമായി ഉയരുകയുള്ളൂ. ആ ചിന്തയുണ്ടാകുമ്പോഴേ ആത്മാർത്ഥമായ തൗബയും ഇസ്തിഗ്ഫാറും റബ്ബിലേക്ക് നമ്മൾ ഉയർത്തുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം റബ്ബിനെ ഇബാദത്ത് ചെയ്തിരുന്ന അബ്ദുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പോരായ്മയും ഇല്ലാതെ റബ്ബിനെ ഇബാദത്ത് ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ള പോലും സഹോദരന്മാരെ ഒരു ദിവസത്തിൽ 70 മുതൽ 100 വരെ തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് സാധിച്ചു? എന്തുകൊണ്ട് നമുക്കതിന് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ വിചാരിച്ചു പോകുന്നു, ഞാൻ അത്ര തെറ്റൊന്നും ചെയ്തു പോകുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ അത്ര കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ വിഡ്ഢികളാണ്. സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂൽ പോലും ചിന്തിച്ചത്, എനിക്ക് പോരായ്മകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എൻ്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ എനിക്ക് നിർവഹിക്കുവാൻ സാധിച്ചിട്ടില്ല, അതിൽ കുഴപ്പങ്ങളുണ്ടെന്നാണെങ്കിൽ ആ രൂപത്തിൽ ചിന്തിച്ചാലേ സഹോദരന്മാരെ റബ്ബിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് റമദാനിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് തൗബയെയാണ്, ഇസ്തിഗ്ഫാറിനെയാണ്, പാപമോചന പ്രാർത്ഥനയെയാണ്. ആയിഷ റളിയല്ലാഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലേ, ലൈലത്തുൽ ഖദ്ർ ഏതാണെന്ന് എനിക്ക് അനുഭവപ്പെട്ട, എനിക്ക് സാധ്യത തോന്നിയാൽ ഞാൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചന പ്രാർത്ഥനയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. എങ്കിൽ സഹോദരന്മാരെ, ആ പാപമോചന പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ റബ്ബിലേക്ക് ആത്മാർത്ഥമായി പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുവാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. സൂറത്ത് ആലി ഇംറാന്റെ 89-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക്,
അള്ളാഹു ആർക്കാണ് പുറത്തു കൊടുക്കുക? ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക്, അവരുടെ തെറ്റുകൾക്ക് ശേഷം തൗബ ചെയ്ത് മടങ്ങിയവർ. തൗബ ചെയ്താൽ മാത്രം മതിയോ? അല്ലെ, തൗബ ചെയ്ത മാത്രം മതിയോ? പോരാ. അവരുടെ ജീവിതം നന്നാക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് അല്ലാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവരാണ്. അവർക്ക് അല്ലാഹു, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ്. അതുകൊണ്ട് ശേഷിക്കുന്ന ജീവിതത്തെ നന്നാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ തൗബക്ക് ഫലമുണ്ടാവുക. നമ്മുടെ തൗബ സ്വീകാര്യമായിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന ഹറാമുകൾ നമ്മൾ മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ തൗബ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണത്. നേരെ തിരിച്ച് മുൻപത്തെ അതേ തിന്മയിലേക്ക് തിരിച്ചു നടക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കരുത്. റമദാനിൽ പണിപ്പെട്ട് ചെയ്ത ഇബാദത്തുകൾ, നോമ്പുകളും രാത്രി നിസ്കാരങ്ങളും സ്വതക്കകളും എല്ലാം അതൊന്നും നിങ്ങൾ ബാത്തിലാക്കരുത്. മുൻഗാമികൾ വിശദീകരിച്ചു എങ്ങനെയാണ് നമ്മുടെ അമലുകൾ ബാത്തിലാക്കുക. ബിൽ കബായിർ, വൻപാപങ്ങളെ കൊണ്ടാണ്, വലിയ തെറ്റുകളെ കൊണ്ടാണ്. വലിയ തെറ്റുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ സഹോദരന്മാരെ, നമ്മുടെ അമലുകളെല്ലാം ബാത്തിലായി പോകും. 30 ദിവസം കൊണ്ട് നേടിയെടുത്തത് അടുത്ത 5, 10, 15 ദിവസം കൊണ്ട് ഇല്ലാതാകുന്ന ഏറ്റവും ദുരന്തപൂർണമായ അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അത് കടന്നു വരാതിരിക്കാൻ നമ്മൾ ബദ്ധശ്രദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഏറ്റവും വലിയ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ നമ്മൾ വെച്ച് പുലർത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നതിന് ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ വെറുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നതിനെയും വെറുക്കും. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് അകറാഹിയത്തുൽ മൗത്ത് ഫകുല്ലുനാ നക്റഹുൽ മൗത്ത്. അല്ലാഹുവിന്റെ റസൂലേ, ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചത് മരണത്തെക്കുറിച്ചുള്ള ഭയമാണോ? മരണപ്പെടുന്നതിനോടുള്ള വെറുപ്പാണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും മരണത്തിനോടൊരു വെറുപ്പുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ കദാലിക്, മരണത്തെക്കുറിച്ചുള്ള ഭയമല്ല പ്രശ്നം, മറിച്ച് എന്താ പ്രശ്നം? വലാകിന്നൽ മുഅ്മിന ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹി വറിദ്വാനിഹി വജന്നതിഹി, ഒരു സത്യവിശ്വാസിയുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ പാപമോചനത്തെക്കുറിച്ച്, അവൻ്റെ തൃപ്തിയെക്കുറിച്ച്, അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഇതൊക്കെ പറയപ്പെടുമ്പോൾ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ഇഷ്ടപ്പെടും. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ഇഷ്ടപ്പെടും. എന്താ കാരണം? അള്ളാഹുവിൽ അവന് പ്രതീക്ഷ ഉണ്ടാകും. ഫഅഹബ്ബല്ലാഹു ലിഖാഅഹ്, അപ്പോൾ അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നതിനെയും ഇഷ്ടപ്പെടും. എന്നാൽ വഇന്നൽ കാഫിറ ഇദാ ബുശ്ശിറ ബിഅദാബില്ലാഹി വസഖതിഹി, എന്നാൽ ഒരു കാഫിറിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും കോപത്തെക്കുറിച്ചും പറയപ്പെടുമ്പോൾ കരിഹ ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ വെറുക്കും. കാരണം അവനറിയാം അവന്റെ ജീവിതം മഹാപ്രശ്നത്തിലാണ്, അവന്റെ ജീവിതം അങ്ങേയറ്റം ദുരന്തപൂർണമായ അവസ്ഥയിലാണ്. ഞാൻ ഈ രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടിയാൽ എനിക്ക് പ്രശ്നമാണ് എന്നറിയുന്ന കാഫിർ അവൻ അതിനെ വെറുക്കും, അവൻ അതിനെ അങ്ങേയറ്റം വെറുക്കും. വകരിഹ അല്ലാഹു ലിഖാഅഹ്, അപ്പോൾ അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നതിനെയും വെറുക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ ഇഷ്ടപ്പെടണമെങ്കിൽ, അങ്ങനെ ഇഷ്ടപ്പെടാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ റബ്ബിന്റെ മഗ്ഫിറത്തും മർഹമത്തും പ്രതീക്ഷിക്കുവാൻ എനിക്ക് അർഹതയുണ്ട് എന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം അതിനനുസരിച്ച് നമുക്ക് ചിട്ടപ്പെടുത്തുവാൻ സാധിക്കണം. ആ രൂപത്തിൽ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കണം. ജീവിതം നന്നാക്കിയാൽ സഹോദരന്മാരെ അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. ജീവിതം നന്നാക്കാത്തവർക്ക്, ജീവിതം നന്നാക്കുവാൻ വേണ്ടി പരിശ്രമിക്കാത്തവർക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുവാൻ ഒരു വകുപ്പുമില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 218-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്, നിശ്ചയമായും വിശ്വാസികൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ട ആളുകൾ, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. അവരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. അവർക്കാണ് റബ്ബിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുവാൻ സാധിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി പ്രഖ്യാപിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നന്നാക്കുവാൻ നമ്മൾ പണിപ്പെടേണ്ടതുണ്ട്. നമ്മൾ മുൻപുള്ള ജീവിതത്തിൽ കഴിഞ്ഞുപോയ എന്തൊക്കെ തിന്മകളുണ്ടോ അതിലേക്ക് തിരിച്ചു നടക്കുകയില്ല എന്ന ദൃഢനിശ്ചയം നമുക്ക് എടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ ജീവിതം ക്രമീകരിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് പ്രതീക്ഷിക്കാം. റമളാൻ ലഭിച്ചിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, നരകമോചനം ലഭിക്കുന്ന ഭാഗ്യവാന്മാർ ഉൾപ്പെടാൻ ആ കാരുണ്യത്തെ, ആ ഒരു അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകുന്ന ആ ഓഫറുകളെ നമുക്ക് നേടാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല
അതിനുള്ള വമ്പിച്ച തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹധീരനായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ ചുറ്റുമുള്ള ആളുകളോട് ചോദിക്കുകയാണ്, ഉൻദുറൂ ഹൽ അസ്ബഹന, നിങ്ങൾ നോക്കൂ, രാവിലെയായിട്ടുണ്ടോ എന്ന് നോക്കൂ. അപ്പോൾ അവർ പറഞ്ഞു, ലം നുസ്ബിഹ്, നമ്മൾ പ്രഭാതമായിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ചോദ്യം ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, അതേ പ്രഭാതമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം, അഊദു ബില്ലാഹി മിൻ ലൈലത്തിൻ സബാഹുഹന്നാർ, പ്രഭാതം നരകത്തിലേക്കാകുന്ന രാത്രിയെ തൊട്ട് അള്ളാഹുവിനോട് എന്നെ രക്ഷ തേടുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്നലെ രാത്രി തന്നെ മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു ദിവസം കൂടി എൻ്റെ ജീവിതത്തിൽ അധികം വന്നാൽ ഞാൻ ഇപ്പോഴുള്ള ഈ നല്ല അവസ്ഥയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്ന, പാപമോചനത്തെ പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ ഞാൻ തെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെടുന്നു. അതുകൊണ്ടൊരു പ്രഭാതം കൂടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാചകം അദ്ദേഹം പറഞ്ഞുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മർഹബൻ ബിൽ മൗതി സായിറുൻ മഗീബ്, മരണത്തിന് സ്വാഗതം. ഞാൻ എത്ര കാത്തുനിന്ന സന്ദർശകനാണ് മരണം. വഹബീബുൻ ജാഅ അലാ ഫാഖ, ഞാൻ ആഗ്രഹിച്ച സമയത്ത് വന്ന ഇഷ്ടക്കാരനാണ്, എൻ്റെ സ്നേഹിതനാണല്ലോ മരണം. അല്ലാഹുമ്മ ഇന്നി കുൻതു അഖാഫുക വ അനൽ യൗമ അർജൂക, അല്ലാഹുവേ, എനിക്ക് നിന്നോട് ശക്തമായ ഭയമുണ്ടായിരുന്നു, എന്നാൽ ഈ മരണസമയത്ത് ഇതാ ഞാൻ നിന്നെ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നി ലം അകുൻ ഉഹിബ്ബു ദുനിയ വ തൂലൽ ബഖാഇ ഫീഹാ ലികരിൽ അൻഹാർ വലാ ലിഗർസിൽ അഷ്ജാർ. അല്ലാഹുവേ, നിനക്കറിയാം ദുനിയാവിൽ ഞാൻ ജീവിച്ചതിനെ ഇഷ്ടപ്പെട്ടത്, ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കുന്നതിന് ഇഷ്ടപ്പെട്ടിരുന്നത് അതൊരിക്കലും ഇവിടെ കൃഷി ചെയ്യുവാൻ വേണ്ടിയല്ല, ഇവിടെ ഒരുപാട് സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയല്ല എന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. അതുകൊണ്ട് മറിച്ച് എന്തിനാണ്, വലാകിൻ ലിതൂലി റംഇൽ ഹവാജിർ, നോമ്പെടുത്ത നീണ്ട പകലുകൾക്ക് വേണ്ടിയാണ് ഞാൻ ദുനിയാവിൽ ജീവിക്കുന്നതിന് ഇഷ്ടപ്പെട്ടിരുന്നത്. വഖിയാമി ലൈലി ശിതാ, ദീർഘമായ രാത്രികൾ, തണുപ്പുള്ള രാത്രികൾ എഴുന്നേറ്റ് നിന്ന് നിനക്ക് വേണ്ടി നിസ്കരിക്കുവാൻ വേണ്ടിയാണ് ദുനിയാവിൽ ഞാൻ ജീവിച്ചതിന് ഇഷ്ടപ്പെട്ടിരുന്നത്. വമുകാബദത്തി സആത്ത്, നീണ്ട മണിക്കൂറുകൾ നിനക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാറ്റിവെക്കുന്നതിനെ, അതുകൊണ്ടാണ് ഞാൻ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടിരുന്നത്. വമുസാഹമത്തിൽ ഉലമാഇ ബിർറക്ബി ഇൻദ ഹിലഖി ദിക്ർ, നിന്നെക്കുറിച്ച് പറയുന്ന, നിന്റെ ദീന് ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ ഉലമാക്കളുടെ കൂടെ സഹവസിക്കുവാനുള്ള അവസരം അത് കിട്ടുവാൻ വേണ്ടി മാത്രമായിരുന്നു ദുനിയാവിൽ ബാക്കിയാകുന്നതിന്, ദുനിയാവിൽ ജീവിക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് റബ്ബേ നിനക്കറിയാമല്ലോ. ആ സമയത്ത് ഞാൻ നിന്നെ ശക്തമായി ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് റബ്ബേ, ഞാനിതാ ഇപ്പോൾ നിന്നെ പ്രതീക്ഷിക്കുന്നു, നിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. സഹോദരന്മാരെ, മരണസമയത്ത് ഈ ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ജീവിതത്തിൽ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്നത് ആസ്വാദനമാക്കി കാണുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനുള്ള ഇബാദത്തുകൾക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റണം. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തലും ഇഷ്ടപ്പെടുത്തലുമാണ് എന്ന ബോധത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, സഹോദരന്മാരെ, മരണം കടന്നു വരുമ്പോൾ എൻ്റെ സ്നേഹിതനതാ വരുന്നു, ഞാൻ ആഗ്രഹിച്ച എൻ്റെ കൂട്ടുകാരൻ്റെ വന്നിരിക്കുന്നു. എവിടെയാണ് മരണം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് മരണത്തെ വരവേൽക്കുവാൻ നമുക്ക് സാധിക്കും. നേരെ തിരിച്ച് ഈ സമയത്ത് ആരോഗ്യമുള്ള, ഐശ്വര്യമുള്ള, നല്ല നിലയിൽ ജീവിക്കുന്ന സമയത്ത് റബ്ബിനെ മറന്നുകൊണ്ട്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വിസ്മരിച്ചുകൊണ്ട്, മറന്നുകൊണ്ട്, ഹറാമുകളിൽ മുഴുകിക്കൊണ്ട് ജീവിച്ചാൽ സഹോദരന്മാരെ, മരണസമയത്ത് ഖേദിക്കേണ്ടി വരും. മരിക്കുന്നവരെ ഭയപ്പെടുന്ന കാഫിറുകളുടെ ലക്ഷണമായിരിക്കും മരണസമയത്ത് നമുക്കുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം ജാഗ്രത പുലർത്തുക. നമ്മുടെ ജീവിതം റബ്ബിന് വേണ്ടി നൽകുവാൻ നമ്മൾ പരിശ്രമിക്കുക. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നവരാണ് വിശ്വാസികൾ. അല്ലാഹുവേ, എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ മരണം മുഴുവൻ,
എൻ്റെ ഇബാദത്തുകൾ, എൻ്റെ നിസ്കാരങ്ങൾ അതൊക്കെ നിനക്കുള്ളതാണ് റബ്ബേ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ജീവിത രീതിയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു പാഠമാണ് റമളാൻ നമുക്ക് നൽകുന്നത്. നമ്മൾ റബ്ബിന്റെ അടിമകളാണ്, അവനാണ് നമ്മുടെ ഉടമസ്ഥൻ, അവനാണ് നമ്മുടെ യജമാനൻ എന്ന പാഠം റമളാനിലൂടെ റബ്ബ് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണപാനീയങ്ങൾ ഒരു മാസം ഫജ്ർ മുതൽ മഗ്രിബ് വരെ എന്നും നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ കാരണം? അല്ലെ, നമ്മുടെ താല്പര്യമാണോ, നമ്മുടെ ഇഷ്ടമാണോ? ഒന്നുമല്ലല്ലോ. റബ്ബ് പറഞ്ഞു, ഞാൻ അനുസരിച്ചു, അത്രയേ ഉള്ളൂ. അള്ളാഹു പറഞ്ഞു, ഞാൻ അനുസരിച്ചു, ഞാൻ അവന്റെ അടിമയാണെന്നുള്ള ബോധം. നേരെ തിരിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. റബ്ബ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഇനി മഗ്രിബ് മുതൽ ഫജ്ർ വരെയാണ് പട്ടിണി കിടക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ വല്ല വകുപ്പുണ്ടോ? റബ്ബേ, അത് പറ്റൂല, ഇത്രയും കാലം പകലാണല്ലോ, രാത്രി പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. നമുക്കവിടെ ഒരു സ്കോപ്പും ഇല്ല. നമ്മുടെ ആഗ്രഹത്തിനോ നമ്മുടെ ഇഷ്ടത്തിനോ ഒരു സ്കോപ്പും ഇല്ല. അള്ളാഹു എന്താണോ പറഞ്ഞത് അത് ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ, അല്ലേ? സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കൂ. 30 അല്ലെങ്കിൽ 29 റമദാൻ കഴിഞ്ഞിട്ട് ഈദുൽ ഫിത്റിന്റെ അന്ന് ഇത്രയും കാലം പട്ടിണി കിടന്നില്ലേ, ഇന്നൊരു ദിവസം കൂടി പകല് പട്ടിണി കിടക്കാം എന്ന് തീരുമാനിക്കാൻ വിശ്വാസികൾക്ക് പറ്റുമോ? പറ്റുകയില്ല. അന്ന് നോമ്പ് നോൽക്കൽ ഹറാമായി, അല്ലെ? 30 ദിവസം ചെയ്ത അതേ പ്രവൃത്തി ഒരു മാറ്റമില്ല. പക്ഷെ അന്ന് റബ്ബ് പാടില്ല എന്ന് പറഞ്ഞു, വിശ്വാസികൾ മാറി നിൽക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അടിമകളാണ്, ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ വിധേയരാണ്, അതിന് നിങ്ങൾ ബാധ്യതപ്പെട്ടവരാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കോ അല്ല നിങ്ങൾ വില കൽപ്പിക്കേണ്ടത്, എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആഗ്രഹത്തിനുമാണ് എന്ന റബ്ബിന്റെ അടിമകളാണെന്നുള്ള പാഠം റബ്ബ് റമളാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുവാൻ നമുക്ക് സാധിക്കുക. തഖ്വ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈദുൽ ഫിത്റിന്റെ ഭാഗമായി നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മം സഹോദരന്മാരെ, അത് സക്കാത്തുൽ ഫിത്ർ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ ജനിച്ച് വീണ കുട്ടി മുതൽ എല്ലാവർക്കും അത് ബാധ്യതയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുടുംബത്തിന് ആരാണോ കുടുംബത്തിന്റെ ചെലവ് നോക്കുന്നത് അവരുടെ ബാധ്യതയാണ് അവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാവരുടെ പേരിലും സക്കാത്തുൽ ഫിത്ർ നൽകുക എന്നുള്ളത്. അത് നമ്മൾ ബദ്ധശ്രദ്ധ നമ്മൾ പുലർത്തുക, അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധ ഉണ്ടാവുക. ചിലപ്പോൾ അത് വാജിബാണ് എന്ന് പോലും ശക്തമായ അഭിപ്രായം പണ്ഡിത ലോകത്തുണ്ട്. അത്രയും ശക്തമായ സുന്നത്തായതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ സക്കാത്തുൽ ഫിത്ർ നമ്മുടെ ബാധ്യതയിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള നമ്മൾ ചെലവിന് നൽകുന്ന എല്ലാവർക്കും അവർക്ക് വേണ്ടി സക്കാത്തുൽ ഫിത്ർ കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകൾ അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ മനസ്സിലാക്കിക്കൊണ്ട് സുന്നത്ത് പ്രകാരം ചെയ്യുവാൻ, ഈദ്ഗാഹുകളിൽ തന്നെ പോയി പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുവാൻ, അതുപോലെ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുവാൻ, സുഗന്ധം പൂശുവാൻ, സ്ത്രീകളാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം പൂശാതിരിക്കുവാൻ, അതുപോലെ തന്നെ അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള അങ്ങനെയുള്ള വസ്ത്രധാരണങ്ങളിൽ ഒഴിവാക്കുവാൻ, അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയെടുക്കുന്ന രൂപത്തിൽ തന്നെ പെരുന്നാളിനെ ആസ്വദിക്കുവാനും അതിനെ ആഘോഷിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا إنك أنت الرؤوف الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا إنا ظلمنا أنفسنا فاغفر لنا مغفرة من عندك ولا يغفر الذنوب إلا أنت اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم اجعلنا من الفائزين بليلة القدر اللهم ارحمنا واغفر لنا وارحم والدينا واغفر لهما يا رب العالمين وصلى الله وسلم على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله.